ഹലോ സ്റ്റുഡൻസ്, ടോപ്പ് ട്യൂഷന്റെ ബ്യൂട്ടിഫുൾ ആയ ഒരു ഹിന്ദി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ടച്ചിങ് ആയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ ഖിഡ്കി എന്നാണ്. ഖിഡ്കി എന്നത് ഒരു സിമ്പിൾ ഹിന്ദി വേർഡാണ്. ഇംഗ്ലീഷിൽ ഇതിനർത്ഥം വിൻഡോ എന്നാണ്. ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് അഞ്ജു ഖർബന്ദ എന്ന ടാലന്റഡ് ആയ ഓഥറാണ്. അവർ ജനിച്ചത് 1971 ഒക്ടോബർ 31 ഡൽഹിയിലാണ്. അവരൊരു റൈറ്റർ മാത്രമല്ല, അവരൊരു ടീച്ചറും റേഡിയോ ആർട്ടിസ്റ്റും കൂടിയാണ്. അവർ ഷോർട്ട് സ്റ്റോറീസും പോയംസും മെമ്മോയ്സും എഴുതാറുണ്ട്. അവർ ഉജാലി ഹോത്തി ഭോർ പോലെയുള്ള ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അവരുടെ മറ്റൊരു ഫേമസ് ബുക്കാണ് കിങ്സ്വേ ക്യാമ്പ് ഡൽഹി 9. അവരുടെ ഗ്രേറ്റ് വർക്കിന് സാവിത്രിബായി ഭൂലെ അവാർഡ് പോലും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. ഒരു ഫാമിലിക്ക് ചില ഗുഡ് ന്യൂസ് കിട്ടുന്നതിലൂടെയാണ് സ്റ്റോറി തുടങ്ങുന്നത്. അവർക്കൊരു വെഡ്ഡിംഗ് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇൻവിറ്റേഷൻ വന്നത് ഹോഷിയാർപൂർ എന്ന സ്ഥലത്ത് നിന്നാണ്. എങ്ങനെ ട്രാവൽ ചെയ്യണമെന്ന് ഫാമിലിക്ക് ഡിസൈഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അവർ ട്രെയിനിൽ പോകാൻ ഡിസൈഡ് ചെയ്തു. ആ സമയത്ത് സീസൺ പതുക്കെ ചേഞ്ച് ചെയ്യുകയായിരുന്നു. വിന്റർ അതിന്റെ വരവ് അറിയിച്ചു തുടങ്ങുന്നതേയുണ്ടായിരുന്നുള്ളൂ. വെതർ നല്ല കൂളും പ്ലസന്റുമായി മാറുകയായിരുന്നു. ഈ ലവ്ലി വെതർ കാരണം അച്ഛനൊരു സ്പെഷ്യൽ ചോയ്സ് എടുത്തു. സാധാരണയായി ആളുകൾ കംഫർട്ടബിളായ AC കോച്ചിൽ ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അച്ഛന് ഡിഫറന്റായി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. AC കോച്ചിനു പകരം അവർ ജനറൽ കോച്ചിൽ ട്രാവൽ ചെയ്യണമെന്ന് അദ്ദേഹം ഡിസൈഡ് ചെയ്തു. അദ്ദേഹത്തിന് റിയൽ ബ്രീസ് ഫീൽ ചെയ്യാനും ആക്ച്വൽ ട്രെയിൻ ജേർണി എൻജോയ് ചെയ്യാനും ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം ഇത് ഫാമിലിയോട് പറഞ്ഞപ്പോൾ അവർക്കത്ര ഹാപ്പിയായില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ സ്ലൈറ്റ്ലി അനോയിഡായിരുന്നു. ജനറൽ കോച്ചിലിരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ചിൽഡ്രനും അപ്സെറ്റായിരുന്നു. അവർ കുറച്ചൊക്കെ കംപ്ലയിന്റ് ചെയ്തു. എന്നാൽ കുറച്ച് ഹെസിറ്റേഷന് ശേഷം അവർ ഫൈനലി എഗ്രി ചെയ്തു. അവരുടെ ജേർണി ഡൽഹിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഏകദേശം 8 മണിക്കൂർ നീളുന്ന ഒരു ലോങ് ട്രിപ്പാകാൻ പോകുകയായിരുന്നു. താങ്ക്ഫുള്ളി അച്ഛൻ ഓൾറെഡി അവരുടെ സീറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സീറ്റ്സ് റിസർവ്ഡ് ആയിരുന്നതുകൊണ്ട് അവർക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ വലിയ ട്രബിളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നില്ല. ട്രെയിനിൽ എൻ്റർ ചെയ്ത ഉടനെ കുട്ടികൾ വളരെ ഫാസ്റ്റായി ആക്ട് ചെയ്തു. അവർ ക്വിക്ലി ആ വിൻഡോയ്ക്കടുത്തുള്ള സീറ്റ്സ് സ്വന്തമാക്കി. മൂവിംഗ് ട്രെയിനിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കാൻ കുട്ടികൾക്ക് എപ്പോഴും വലിയ ഇഷ്ടമാണ്. അച്ഛനും അമ്മയും അവരുടെ ലഗേജെല്ലാം കെയർഫുള്ളി ആ സീറ്റ്സിന്റെ അടിയിൽ അറേഞ്ച് ചെയ്തു. എല്ലാം സെറ്റ് ചെയ്ത ശേഷം പാരന്റ്സ് റിലാക്സ് ചെയ്തു. അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവർ അവരുടേതായ ഡീപ്പ് കോൺവെർസേഷനിൽ കംപ്ലീറ്റ്ലി അബ്സോർബ്ഡായി മാറി. സഡൻലി ഒരു പുതിയ ആൾ അവരുടെ ട്രെയിൻ കോച്ചിലേക്ക് എൻ്റർ ചെയ്തു. എന്തോ സാധനം വിൽക്കാൻ ശ്രമിക്കുന്ന ഒരു യങ് വുമണായിരുന്നു അത്. അവൾക്കൊരു ഡാർക്കും ഡസ്കിയുമായ കോംപ്ലക്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവൾക്ക് ഡാർക്ക് കാജൽ എഴുതിയ ലവ്ലിയായ കണ്ണുകളുണ്ടായിരുന്നു. അവളുടെ ഷോൾഡേഴ്സിൽ വളരെ ഹെവിയായ ഒരു ബണ്ടിലുണ്ടായിരുന്നു. ഈ ഹെവി ബണ്ടിൽ നിറയെ കളർഫുള്ളായ ജമ്മു ഷാളുകളായിരുന്നു. അവൾ നേരെ ആ അമ്മയുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൾ വളരെ അഫെക്ഷനേറ്റ്ലി അവരെ ദീദി എന്ന് വിളിച്ചു. ദീദി എന്നത് മുതിർന്ന ചേച്ചിയെ വിളിക്കുന്ന ഒരു റെസ്പെക്ട്ഫുൾ വേർഡാണ്. അമ്മ ഒരു ബ്യൂട്ടിഫുൾ ജമ്മു ഷാൾ വാങ്ങണമെന്ന് അവൾ പൊളൈറ്റ്ലി നിർബന്ധിച്ചു. അമ്മ അവളോട് ഷാളിന്റെ പ്രൈസ് ചോദിച്ചു. ഒരു ഷാളിന് 250 റുപ്പീസ് ആണ് എന്ന് ആ യങ് ഗേൾ റിപ്ലൈ ചെയ്തു. അമ്മ ഇമ്മീഡിയറ്റ്ലി സർപ്രൈസോടെ റിയാക്ട് ചെയ്തു. ആ പ്രൈസ് വളരെയധികം ഹൈ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്തു. അത് വളരെ എക്സ്പെൻസീവ് ആണെന്ന് അവർ ആ കുട്ടിയോട് പറഞ്ഞു. അപ്പോൾ ആ ക്ലെവർ ഗേൾ പുതിയ ഒരു ഓഫർ വെച്ചു. അമ്മ കൂടുതൽ പീസസ് വാങ്ങുകയാണെങ്കിൽ അവൾ പ്രൈസ് കുറയ്ക്കാമെന്ന് പറഞ്ഞു. താനൊരു കട മുഴുവൻ തുറക്കാനാണോ അവൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് അമ്മ സർക്കാസ്റ്റിക്കലി ചോദിച്ചു. അവൾക്കത് സിസ്റ്റേഴ്സിനും സിസ്റ്റേഴ്സ് ഇൻ ലോയ്ക്കും ഗിഫ്റ്റ്സായി വാങ്ങിക്കാമല്ലോ എന്ന് ആ സ്വീറ്റ് ഗേൾ മറുപടി പറഞ്ഞു. ഇതൊക്കെ അച്ഛൻ ക്വയറ്റ്ലി വാച്ച് ചെയ്യുകയായിരുന്നു. ഇത്രയധികം ബാർഗെയിനിങ് നിർത്താൻ അദ്ദേഹം ഭാര്യയ്ക്ക് സിഗ്നൽ നൽകാൻ ശ്രമിച്ചു. എന്നാൽ ഭാര്യയ്ക്ക് അദ്ദേഹത്തിന്റെ ഇന്റർഫിയറൻസ് ഇഷ്ടപ്പെട്ടില്ല. അവൾ അദ്ദേഹത്തെ ആംഗ്രി ഐസോടെ തുറിച്ചുനോക്കി. കംപ്ലീറ്റ്ലി ക്വയറ്റായിരിക്കാൻ അവളുടെ നോട്ടം ക്ലിയർലി അദ്ദേഹത്തോട് പറയുകയായിരുന്നു. തുടർന്ന് അമ്മ ആ യങ് ഗേളിന്റെ നേരെ തിരിഞ്ഞു. 5 ഷാളുകൾ ഒരുമിച്ച് വാങ്ങിയാൽ എത്രയാകുമെന്ന് അവർ ചോദിച്ചു. ഓരോ പീസും 200 റുപ്പീസിന് വിൽക്കാമെന്ന് ആ പെൺകുട്ടി ഓഫർ ചെയ്തു. എന്നാൽ ആ അമ്മ വളരെ ടഫായ ഒരു ബാർഗെയിനറായിരുന്നു. അവർ ഫ്ലാറ്റായി ആ ഓഫർ നിരസിച്ചു. ഓരോ ഷാളിനും 100 റുപ്പീസ് മാത്രമേ നൽകൂ എന്ന് അവർ ഡിമാൻഡ് ചെയ്തു. ഈ എക്സ്ട്രീംലി ലോ പ്രൈസ് കേട്ടപ്പോൾ ആ പുവർ ഗേളിന് ഹാർട്ട് ബ്രോക്കനായി ഫീൽ ചെയ്തു. അവളുടെ തൊണ്ട സങ്കടം കൊണ്ട് ഇടറി. അവളുടെ ബ്യൂട്ടിഫുള്ളായ കണ്ണെഴുതിയ കണ്ണുകളിൽ ടീയേഴ്സ് നിറഞ്ഞു. 100 റുപ്പീസ് എന്നത് സിംപ്ലി വളരെ കുറവാണെന്ന് അവൾ സോഫ്റ്റായി അമ്മയോട് പറഞ്ഞു. അത് അവളുടെ ആ സ്മോൾ പ്രോഫിറ്റ് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുമായിരുന്നു. അങ്ങനെ അവൾ അവസാനമായി ഒരു ഡെസ്പറേറ്റ് ഓഫർ കൂടി വെച്ചു.
ഒരെണ്ണം 150 രൂപയ്ക്ക് നൽകാമെന്ന് അവൾ പറഞ്ഞു. കളറുകൾ പിക്ക് ചെയ്യാൻ വേണ്ടി ആ കുട്ടി അപ്പോൾ ആ ഹെവി ബണ്ടിൽ അമ്മയുടെ അടുത്തേക്ക് നീക്കിവെച്ചു. അമ്മ ഹാപ്പിലി 5 കളർഫുൾ ഷോളുകൾ സെലക്ട് ചെയ്തു. തുടർന്ന് അവർ ഭർത്താവിനെ നോക്കി മണി പേ ചെയ്യാൻ സിഗ്നൽ ചെയ്തു. അച്ഛൻ ക്യുക്കിലി തന്റെ പോക്കറ്റിൽ നിന്ന് 750 രൂപ എടുത്തു. അദ്ദേഹം ആ ക്യാഷ് ഡയറക്റ്റ്ലി ആ ഹാർഡ് വർക്കിംഗ് യങ് ഗേളിന്റെ കയ്യിൽ കൊടുത്തു. ആ കുട്ടി മണി വാങ്ങിയ ശേഷം കൂടുതൽ ഐറ്റംസ് വിൽക്കാൻ വേണ്ടി അവിടെ നിന്നും പോയി. എന്നാൽ അമ്മയ്ക്ക് ആ ഡീലിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ള ആ 8 മണിക്കൂർ ജേണി മുഴുവൻ അവളുടെ മൈൻഡ് ഒരു റെക്കോർഡിലെ സൂചി പോലെ സ്റ്റിക്കായി നിന്നു. അവർ എക്സാക്റ്റായി ആ സെയിം കംപ്ലയിന്റ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. താൻ ഭയങ്കരമായ ഒരു ടെറിബിൾ മിസ്റ്റേക്ക് ചെയ്തു എന്ന് അവർക്ക് ഫീൽ ചെയ്തു. ആ കുട്ടി 150 രൂപയ്ക്ക് വളരെ ക്വിക്ക്ലി അഗ്രി ചെയ്തു എന്ന് അവർ കംപ്ലയിന്റ് ചെയ്തു. താൻ ഒന്നുകൂടി അഗ്രസീവ്ലി ബാർഗെയിൻ ചെയ്യണമായിരുന്നു എന്ന് അവർ വിശ്വസിച്ചു. അമ്മ മണിയെക്കുറിച്ചോർത്ത് ഒബ്സസ്ഡ് ആയിരുന്നപ്പോൾ അച്ഛൻ കംപ്ലീറ്റ്ലി ഡിഫറന്റ് ആയ ഒരു വേൾഡിൽ ലോസ്റ്റായിരുന്നു. തന്റെ ലിറ്റിൽ ഡോക്ടറെ മടിയിലിരുത്തി അദ്ദേഹം സൈലന്റായി ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മൈൻഡ് അപ്പോൾ ആ പ്രസന്റ് മൊമെന്റിലല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ തോട്ട്സ് അദ്ദേഹത്തിന്റെ പാസ്റ്റിലേക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ചിരുന്നു. അദ്ദേഹം തന്റെ സ്വന്തം ഡിയർ ഫാദറിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛനും പണ്ട് ഇതേ സെയിം ഹാർഡ് വർക്ക് തന്നെയാണ് ചെയ്തിരുന്നത്. അവരുടെ ഫാമിലിയെ ഫീഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അച്ഛൻ മൂവിംഗ് ട്രെയിൻസിൽ ചെറിയ സാധനങ്ങൾ വിൽക്കുമായിരുന്നു. തന്റെ അച്ഛൻ കാണാൻ എത്രത്തോളം എക്സോസ്റ്റഡ് ആയിരുന്നു എന്ന് അദ്ദേഹം ഓർത്തു. ഒരു ലോങ് ഡേയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ അച്ഛൻ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഒരു സാഡ് സ്റ്റോറി പറയുന്നുണ്ടായിരുന്നു. തന്റെ അച്ഛന്റെ കണ്ണുകളിലും എക്സാക്റ്റായി ഇതേ മോയ്സ്ചർ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് ആ ഷോൾ വിൽക്കുന്ന യങ് ഗേളിൽ താൻ കണ്ട അതേ ഹെൽപ്ലെസ്നെസ്സിന്റെ മോയ്സ്ചർ തന്നെയായിരുന്നു അത്. ആ പുവർ ഗേളിന്റെ ഹിഡൻ പെയിനിനോട് അച്ഛനൊരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്തു. ഇത് നമ്മളെ ഈ സ്റ്റോറിയുടെ എൻഡിലേക്ക് എത്തിക്കുന്നു. എങ്കിലും ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചില മാർജിൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജനറൽ കോച്ചിൽ ട്രാവൽ ചെയ്ത് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതിനർത്ഥം ലക്ഷറിയിൽ നിന്ന് മാറി നിന്ന് റിയൽ പീപ്പിളിനെ കാണുക എന്നതാണ്. ഓർഡിനറി ട്രാവലേഴ്സിന്റെ ട്രൂവും അൺഫിൽട്ടേർഡുമായ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നതാണ് അതിന്റെ അർത്ഥം. ആ യങ് ഗേളിന്റെ തൊണ്ട ഇടറിയതെന്തുകൊണ്ടാണെന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഹെവി ലോഡ്സ് ചുമന്ന് അവൾ വളരെ ഹാർഡായി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അതിടറിയത്. ആളുകൾ ടെറിബ്ലി ലോ പ്രൈസസ് ഓഫർ ചെയ്യുമ്പോൾ അത് അവളുടെ ഡിഗ്നിറ്റിയെയും ലൈവ്ലിഹുഡിനെയും ഹേർട്ട് ചെയ്യുന്നു. അമ്മയുടെ ഈ കോൺസ്റ്റന്റ് കംപ്ലൈനിങ് ഹ്യൂമൻ നേച്ചറിനെക്കുറിച്ച് എന്താണ് നമ്മളോട് പറയുന്നതെന്നും ടെക്സ്റ്റ് ബുക്ക് ചോദിക്കുന്നുണ്ട്. ഹ്യൂമൻ ഗ്രീഡ് ചിലപ്പോൾ നമ്മളെ ബ്ലൈൻഡ് ആക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത്. പുവർ വർക്കേഴ്സിന്റെ സ്ട്രഗിൾസ് കാണുന്നതിനു പകരം ചില ആളുകൾ മണി സേവ് ചെയ്യുന്നതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓഥറിന്റെ അച്ഛനും യങ് ഗേളും തമ്മിലുള്ള സിമിലാരിറ്റിയെക്കുറിച്ചും ഒരു ക്വസ്റ്റ്യനുണ്ട്. അവർ രണ്ടുപേരും സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഹാർഡ് വർക്കിംഗ് ആയ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിരുന്നു. രണ്ടുപേർക്കും പോവേർട്ടിയുടെ ആ ഹെവി ബേർഡൻ അവരുടെ ഷോൾഡേഴ്സിൽ ചുമന്നിരുന്നു. രണ്ടുപേർക്കും എക്സോസ്റ്റിന്റെ സൈലന്റ് ടിയേഴ്സ് നിറഞ്ഞ കണ്ണുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഗ്രാമറും വൊക്കാബുലറി സെക്ഷനും നോക്കാം. ഈ സ്റ്റോറിയെ ലഘുകഥ എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം ഒരു ഷോർട്ട് സ്റ്റോറി എന്നാണ്. ഒരു സിമ്പിൾ ട്രെയിൻ ജേണിയും ഒരു ബാർഗെയിനിങ് ഇൻസിഡന്റുമാണ് ഇതിലെ മെയിൻ ഇവന്റ്സ്. ഇതിലെ ക്യാരക്ടേഴ്സ് അച്ഛനും അമ്മയും കുട്ടികളും പിന്നെ ആ ഷോൾ സെല്ലറുമാണ്. ഒരു ട്രെയിനിന്റെ ജനറൽ കോച്ചാണ് ഈ ബ്യൂട്ടിഫുൾ സ്റ്റോറിയുടെ ലൊക്കേഷൻ. നിങ്ങൾ റിമെമ്പർ ചെയ്യേണ്ട പല പുതിയ ഹിന്ദി വേർഡ്സും ഇതിലുണ്ട്. ബുലാവ എന്ന വേർഡിന്റെ അർത്ഥം ഇൻവിറ്റേഷൻ എന്നാണ്. സർദി ദസ്തക് ദേന എന്നാൽ വിന്ററിന്റെ തണുത്ത അറൈവൽ ഫീൽ ചെയ്യുക എന്നാണ്. നാ നുക്കൂർ എന്നാൽ ഡിസ്എഗ്രിമെന്റ് കാണിക്കുക എന്നാണ്. സീറ്റ് ഝപ്പട്ട് ലേന എന്നാൽ ഒരു സീറ്റ് സ്നാച്ച് ചെയ്യുക അല്ലെങ്കിൽ ക്വിക്ക്ലി ഗ്രാബ് ചെയ്യുക എന്നാണ്. മഷ്ഗൂൽ ഹോന എന്നാൽ ഡീപ്ലി അബ്സോർബ്ഡ് ആവുക അല്ലെങ്കിൽ ബിസി ആവുക എന്നാണ്. ഗഠർ എന്നാൽ ഒരു വെരി ബിഗ് ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ് എന്നാണ്. സാംവലി എന്നാൽ ബ്യൂട്ടിഫുൾ ആയ ഡസ്കി അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻ ടോൺ എന്നാണ്. സലോനി എന്നാൽ വളരെ ചാമിംഗ് ആയി കാണപ്പെടുന്ന ഒരാളെന്നാണ്. കജ്രാരി ആംഖിങ് എന്നാൽ ഡാർക്ക് കാജൽ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത കണ്ണുകളെന്നാണ്. ഇസ്രാർ കർണ എന്നാൽ ഒരാളെ കണ്ടിന്യൂസ് ആയി നിർബന്ധിക്കുക എന്നാണ്. 250 എന്നത് 250 എന്ന നമ്പറാണ്. ഇത്തി എന്നു പറയാനുള്ള ഒരു കാഷ്വൽ വേ ആണ് ഇത്ര എന്നത്. ഇഷാര കർണ എന്നാൽ പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സിഗ്നൽ നൽകുക എന്നാണ്. ആംഖ്യം തരേർന എന്നാൽ ഒരാളെ ദേഷ്യത്തോടെ ഫിയേഴ്സ്ലി നോക്കുക എന്നാണ്.
ഗല റുന്ധ് ജാന എന്നാൽ നിങ്ങളുടെ തൊണ്ടയിൽ ഭാരമുള്ള കരയാൻ വരുന്ന ഒരു സെൻസേഷൻ ഫീൽ ചെയ്യുക എന്നാണ്. സൂയി അടക്ന എന്നാൽ ഒരു സിംഗിൾ തോട്ടിൽ സ്റ്റക്ക് ആവുക എന്നാണ്. ഖിടിക്കീസെ ജാങ്ക്ന എന്നാൽ ഒരു വിൻഡോയിലൂടെ പുറത്തേക്കെത്തി നോക്കുക എന്നാണ്. ടെൻസസ് ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു ഗ്രാമർ എക്സസൈസും നിങ്ങളുടെ ബുക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സെന്റൻസസിനെ പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഷാദി കാ ബുലാവ ആയ എന്ന സെന്റൻസ് ഷാദി കാ ബുലാവ ആയാ ഥാ എന്ന് ചേഞ്ച് ആകുന്നു. പത്നി ബാത്തോമേ മഷ്ഗൂൽ ഹോ ഗയി എന്ന സെന്റൻസ് പത്നി ബാത്തോമേ മഷ്ഗൂൽ ഹോ ഗയി ഥി എന്ന് ചേഞ്ച് ആകുന്നു. ലഡ്ക ബെഞ്ച് പർ ബൈഠാ ഥാ എന്ന സെന്റൻസ് എഴുതാനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. മീനു ബാസാർ കി ഓർ ചലി ഥി എന്നത് മറ്റൊരു പ്രാക്ടീസ് സെന്റൻസാണ്. ഒരു ക്രിയേറ്റീവ് ഡയറി എൻട്രി എഴുതാനും ടെക്സ്റ്റ് ബുക്ക് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. തന്റെ സ്വന്തം അച്ഛനെ ഓർക്കുന്ന ആ അച്ഛനാണ് നിങ്ങളെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ആ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ഫീൽ ചെയ്ത ആ ഡീപ്പ് ഫീലിംഗ്സ് നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യണം. ഖിടിക്കി എന്ന ടൈറ്റിൽ എന്തുകൊണ്ടാണ് യൂസ് ചെയ്തതെന്ന് ഡിസ്കസ് ചെയ്യാനും നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. ആ വിൻഡോ വെറും ഒരു ഗ്ലാസും മെറ്റലും മാത്രമല്ല, അത് അച്ഛന്റെ ഡീപ്പ് ചൈൽഡ്ഹുഡ് മെമ്മറീസിലേക്കുള്ള ഒരു ഡോർവേയെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫൈനലി, ഈ സ്റ്റോറിക്ക് പുതിയൊരു ടൈറ്റിൽ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്കിതിനെ മെമ്മറീസ് ഓൺ എ ട്രെയിൻ എന്നോ അല്ലെങ്കിൽ ദ പ്രൈസ് ഓഫ് എ ഷോൾ എന്നോ വിളിക്കാം. ഈ ചാപ്റ്റർ വളരെ ക്ലോസ്ലി റീഡ് ചെയ്യാൻ ദയവായി ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ കാണുന്ന വെൻഡേഴ്സിന്റെ പെയിൻ മനസ്സിലാക്കുക. എപ്പോഴും പുവർ പീപ്പിളിനോട് റെസ്പെക്റ്റോടെയും കൈൻഡ് ഹാർട്ടഡായും പെരുമാറുക. വെറും കുറച്ചു കോയിൻസ് സേവ് ചെയ്യാൻ വേണ്ടി മാത്രം എപ്പോഴും അവരുമായി ഫൈറ്റ് ചെയ്യരുത്. നിങ്ങൾ വെറും സ്മാർട്ട് മാത്രമല്ല, കൈൻഡ് ഹാർട്ടഡായ സ്റ്റുഡൻസ് കൂടിയാകണമെന്നാണ് ടോപ്പ് ട്യൂഷനിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ലെസൺസ് നന്നായി പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. ഇന്ന് ഇത്രയും വണ്ടർഫുള്ളായ അറ്റൻഷൻ നൽകിയതിന് താങ്ക് യു. Top Tuition, online for Kerala, offline for Palakkad. Join us today.